പ്രിയമുള്ളവരെ, 20ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്നത്തെ 1ാമത്തെ വായനയിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 56 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അരുൾ ചെയ്യുകയാണ്. സകലരുടെയും മർത്യനായ ദൈവം ആണ് അവിടുന്ന്. സകലരെയും രക്ഷയിലേക്ക് ആനയിക്കുക എന്നുള്ളതാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നതെന്നും അതുകൊണ്ട് ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക, രക്ഷ ഞാൻ നൽകുവാൻ പോകുന്നുവെന്നും എൻ്റെ നീതി ഞാൻ വെളിപ്പെടുത്തുമെന്നും ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് സാബത്ത് അശുദ്ധമാക്കരുതെന്നും വിശ്വസ്തയോടുകൂടി അത് സാബത്ത് ആചരിക്കണമെന്നും അങ്ങനെയുള്ള പരദേശികളെ ഉൾപ്പെടെ ഞാൻ എൻ്റെ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ സകലരുടെയും മർത്യൻ ഏക ദൈവമാണുള്ളത്. ആ ഏക ദൈവ വിശ്വാസത്തിൽ ഏറ്റുപറഞ്ഞ് ജീവിക്കുവാനായിട്ടാണ് സകലരെയും വിളിക്കുന്നത്. ആകെ സത്യദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുവാനും സാധിക്കണം. സാബത്ത് പരിശുദ്ധമായി ആചരിക്കുന്നവർക്ക് അവിടെ നിന്ന് നൽകുന്ന അനുഗ്രഹങ്ങളെ അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. സാബത്തെ അശുദ്ധമാക്കുകയും എൻ്റെ നാമത്തെ കളങ്കപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുകയില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. സാബത്തിൽ സമ്പാദിക്കാനുള്ള ദിവസമല്ല, സമ്പാദിക്കാനുള്ളതോ ഉത്സവങ്ങൾ ആഘോഷിക്കുവാനോ പാർക്കിലും ബീച്ചിലുമൊക്കെ പോകാനോ ഉള്ള അവസരങ്ങളല്ല ഞായറാഴ്ച. ബൈബിൾ വായിക്കാനും പഠിക്കാനും ആരാധിക്കാനും ദൈവത്തോട് കൂടിയ ആയിരിക്കാം. 6 ദിവസം നമുക്ക് വിട്ടു തന്നിട്ടുണ്ട്. 7ാം ദിവസം നിങ്ങളെ പരിശുദ്ധമായി ആചരിക്കണം. ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. ഈ കൽപ്പന പാലിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയും. എത്രയോ പേര് ഈ സാബത്ത് അതിവിശുദ്ധമായി കർത്താവിനായിട്ട് ആരാധന അർപ്പിക്കാനായിട്ടുള്ള ദിവസമാക്കി മാറ്റുന്നത് കൊണ്ട് എത്രയോ കൃപകൾ അവർ നേടിയിരുന്നു. നമുക്ക് അത് സാധിക്കാതെ പോകുന്നു. അന്നാണ് നമ്മളെല്ലാ ജോലിയും ചെയ്യുന്നത്, എല്ലാ ഇടത്തും പോകുന്നത്, ആഘോഷങ്ങൾ നടത്തുന്നത്, തിമിർത്താടുന്നത് അന്നേ ദിവസമാണ്. ആ ദിവസത്തെക്കുറിച്ചാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. സാബത്തിനെ അതിവിശുദ്ധമായിട്ട് കരുതുന്നവർക്ക് എല്ലാം എൻ്റെ അടുക്കലേക്ക് ഞാൻ കൊണ്ടുവരും. എൻ്റെ ബലിപീഠത്തിൽ അവർ സ്വീകാര്യരായിരിക്കും. എൻ്റെ ആലയം പ്രാർത്ഥനയുടെ ആലയമാക്കി മാറ്റും. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, ദൈവമേ, ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ. കാരണം ദൈവം നമ്മോട് കൃപ കാണിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. അവിടുത്തെ പ്രീതി നമ്മുടെ മേൽ കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് സകല ജനങ്ങളും അവിടുത്തെ നാമം അറിയപ്പെടേണ്ടതിന് നമ്മൾ ഈ പരിശുദ്ധമായ ദിനത്തിൽ അവിടുത്തെ പ്രഘോഷിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സാധിക്കണമെന്നാണ് സങ്കീർത്തനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുക. 2ാം വായനയിൽ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11ാം അധ്യായത്തിൽ നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. വിജാതിയൻ്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന പൗലോസ് പറയുകയാണ്, യഹൂദർ അസൂയാലുക്കരും അവരെ പലപ്പോഴും മറ്റുള്ളവരെ തിരസ്കരിക്കുകയും അനുരഞ്ജനപ്പെടുവാൻ മടി കാണിക്കുകയും ചെയ്യുന്നവരാണ്. അവർക്ക് ജീവനില്ല എന്നാണ് പൗലോസ് പറയുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാനവും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല. ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്ത, എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കൃപ ലഭിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കൃപ നിമിത്തം അവർക്കും കൃപ ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവരെ അനുസരണമില്ലാത്തവരാക്കി മാറ്റി. എന്നാൽ എല്ലാവരോടും കൃപ കാണിക്കാൻ വേണ്ടിയാണ് ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരാക്കി മാറ്റി. അപ്പം പാപം വർദ്ധിച്ചെടുത്ത് അതിലേറെ കൃപയും വർദ്ധിച്ചു എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനുസരണക്കേടിനെ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തുവാനായിട്ടും കൃപയുടെ നിറവായിട്ട് മാറുവാനും ആ കൃപ മറ്റൊരിലേക്ക് ഒഴുകിയെത്തുവാനും വേണ്ടി നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ദാനവും വിളിയും ലഭിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 15ാം അധ്യായത്തിൽ 21-28 വരെയുള്ള വാക്യങ്ങളിൽ കാനാന്യയായ സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവെ, ദാവീദിൻ്റെ പുത്രായ കന്യകൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു.
ഒരു വാക്കുപോലും കർത്താവ് ഉരിയാടുന്നില്ല. അവർ പുറവേ വന്ന് നിലവിളിച്ച് എൻ്റെ മകളെ സുഖപ്പെടുത്തണമേ എന്ന് നിലവിളിക്കുകയാണ്. ശിഷ്യന്മാർക്ക് ഇത് അസഹ്യമായിട്ട് തോന്നി. എന്താണ് ഗുരു ശ്രദ്ധിക്കാതെ പോകുന്നത്, എന്തുകൊണ്ടാണ് ഗുരു ഇവളെ പറഞ്ഞു വിടാത്തത് എന്നൊക്കെ അവർ ചിന്തിച്ചു കാണും. പിന്നീട് അവർ വന്ന് പറയുന്നുണ്ട്, ഗുരു അവളെ പറഞ്ഞയച്ചാൽ അവൾ നമ്മുടെ പിന്നാലെ നടക്കുകയാണല്ലോ. അപ്പോൾ കർത്താവ് ഒറ്റ വാചകമാണ് പറയുന്നത്, വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽക്കാരുടെ അടുത്തേക്കാണ്. അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് അയക്കപ്പെട്ട ഞാൻ അവരുടെ കൃപയെടുത്ത് മറ്റവർക്ക് കൊടുക്കണമോ? അപ്പോൾ അവൾ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, നായ്ക്കൾ യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് പോലെ കർത്താവെ, അങ്ങയുടെ കൈ അയച്ച് ഞങ്ങളെയും സഹായിക്കണമേ എന്നുള്ള അർത്ഥത്തിൽ അവൾ കെഞ്ചി നിലവിളിക്കുന്നുണ്ട്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. ഇതാണ്, നീ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പോകാമായിരുന്നു അവൾക്ക്. പക്ഷെ അവൾ പറയുന്നുണ്ട്, നായ്ക്കളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്നുന്നുണ്ടല്ലോ. കർത്താവ് എപ്പോഴും നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കും. ആ പരീക്ഷയിൽ തളർന്നു പോകാതെ ഉറച്ചു നിൽക്കണം. നീ ഇത് വിശ്വസിക്കുന്നു, കർത്താവെ എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കണമേ. കർത്താവെ നിനക്ക് മനസ്സാകുന്നെങ്കിലോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ശതാധിപൻ ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയുന്നു. ഇവിടെ കാണുക, ഈ സ്ത്രീയോട് പറയുന്നു, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ ഭവിക്കട്ടെ. ആഗ്രഹിക്കുന്നത് പോലെ ഭവിക്കാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമെങ്കിൽ നമ്മളെപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് വരുന്ന സഹനങ്ങളിൽ തളരാത്തവരായിരിക്കണം. അതുപോലെ തന്നെ എളിമയുള്ളവരായിരിക്കണം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് കൃപ ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. കർത്താവിൻ്റെയൊക്കെ ഒരു പ്രാർത്ഥനയായിട്ടാണ് അവൾ പറയുന്നത്, എൻ്റെ മകളെ പീഡിപ്പിക്കുന്നു, പിശാചിനെ ബഹിഷ്കരിക്കണമേ. അചഞ്ചലമായ അവളുടെ വിശ്വാസം കണ്ടുകൊണ്ടാണ് കർത്താവ് പറയുക, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ്. ആ വിശ്വാസത്തിന് ഉത്തരം ലഭിക്കും. നമ്മളൊക്കെ എന്തെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് മടുത്തു, നിരാശയാണ്, തളർച്ചയാണ്. ഇനി അവൻ്റെ ഒരിക്കലേക്ക് ഞാൻ പോകുന്നില്ല, ഇനി പള്ളി ഞാൻ പോകുന്നില്ല, കുർബാനയ്ക്ക് ഞാൻ പോകുന്നില്ല, ഇനി എൻ്റെ വിശ്വാസം, ഇനി ഞാൻ മറ്റു വല്ല മന്ത്രവാദികൾക്കൊക്കെയും പോകാം, അല്ലെങ്കിൽ മറ്റു പലയിടത്തും പോകാം. അങ്ങനെ കർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്നവരാണ് നമ്മൾ. എന്നാൽ കർത്താവ് പറയുന്നുണ്ട്, ശിഷ്യന്മാർ കണ്ടു നിൽക്കുമ്പോൾ തന്നെ പറയാം, നിൻ്റെ വിശ്വാസം വലുതാണ്. ഇത്രയും പുറകെ നടന്ന് നീ വിളിച്ചപേക്ഷിച്ച് നിന്നെ അവഗണിച്ചുകൊണ്ട് ഞാൻ പോയിട്ടും, നിന്നെ നായി എന്ന് വിളിച്ചിട്ടും നീ പറയുന്ന ഉത്തരം നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ്, എന്നിലുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനം നമുക്ക് നടത്താം. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയെ, അങ്ങനെയുള്ള വിശ്വാസത്തെ അങ്ങ് പരിഹരിക്കണമേ. വിശ്വാസമായിട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.